മറക്കാത്ത സ്നേഹത്തിന്റെ ഉടമ, കരുണാർദ്ര സ്നേഹത്തിന്റെ അടയാളം, കരുതലിന്റെ കരങ്ങളാൽ ചേർത്തു പിടിക്കുന്നവൾ, അമ്മ. മലയോര ജില്ലയായ ഇടുക്കിയിലെ തെക്കേമല എന്ന കുടിയേറ്റ ഗ്രാമത്തിൽ മഞ്ഞക്കുന്നേൽ മാത്തച്ഛൻ മറിയം ദമ്പതികളുടെ 4ാമത്തെ മകളായി സിസ്റ്റർ അനിറ്റ ജനിച്ചു. 10ാം ക്ലാസ് പഠനത്തിനു ശേഷം FCC സഭയിൽ ചേർന്ന് ഒരു സന്യാസിനിയായി 23 വർഷക്കാലം ജീവിച്ചു. വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് പാവങ്ങളുടെ പക്ഷം ചേർന്ന് അവർക്കു വേണ്ടി സമ്പൂർണമായി ജീവിതം മാറ്റിവെക്കുവാൻ തീരുമാനിച്ച സിസ്റ്റർ അനിറ്റ FCC സന്യാസ സഭയിൽ നിന്നും അവരുടെ അനുഗ്രഹാശിസുകളോടെ പുതിയ വഴികൾ തേടിയിറങ്ങി. മാനസിക സംഘർഷങ്ങൾക്ക് നടുവിലും ഇല്ലായ്മയുടെ ആദ്യ നാളുകളിലും ദൈവത്തിൽ ആശ്രയിച്ച് അവിടുന്ന് നയിച്ച വഴികളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ വീണ്ടും പങ്കുവയ്ക്കപ്പെടുകയാണ് ഇവിടെ. സിസ്റ്ററിന്റെ ജീവിതത്തിലെ ചില ബന്ധുക്കളും ചില പരിചയക്കാരുമൊക്കെ സിസ്റ്റർ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ദൃശ്യത്തിലൂടെ അതൊന്ന് കാണാം. ഞങ്ങൾ തമ്മിൽ നേരെ തൊട്ട് അടുത്തുള്ള സഹോദരി സഹോദരന്മാരായതുകൊണ്ട് എല്ലാ കാര്യത്തിനും പിന്നെ ചാടാനും കാര്യത്തിനൊക്കെ ഞാൻ എല്ലാവരോടും കൊടുത്ത് നിൽക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ എന്നോട് വിവരം പറഞ്ഞു. ഞാൻ വിശദമായിട്ട് ചോദിച്ചു എൻ്റെ ആ ചേച്ചിയുടെ ഉദ്ദേശം. അന്ന് ഇതുപോലെ ഞങ്ങൾ 1-2 പേരെ അറിയാമായിരുന്നു. വിവാഹം വേണ്ട, സേവന പ്രവർത്തനമൊക്കെ ആയിട്ട് ചെയ്താൽ മതി, നാളെ പാട്ടും പ്രസംഗവും കാര്യങ്ങളൊക്കെ നല്ല നല്ല കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിനകത്ത് വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ജീവിക്കാൻ, ഞങ്ങളെല്ലാം ഒരു വീടെടുത്ത് ഒന്നിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നു. അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെതായ എല്ലാ സഹകരണവും ഉണ്ട്, വീട്ടിലെ കാര്യം ചേച്ചി അറിയണ്ട, നമുക്കതിനെല്ലാ സപ്പോർട്ടിനും ഞാനുണ്ട് എന്നു. അന്നേരം പറഞ്ഞു ഇതുപോലെ പ്രൊവിൻഷ്യൽ ഹൗസിൽ കൊണ്ടുപോയി ഇതുപോലെ നമ്മുടെ ഡ്രസ്സ് കൊടുക്കണം, അതാണ് സഭയുടെ തീരുമാനം. അതുകൊണ്ടപ്പോൾ സഭാ ഡ്രസ്സും കുരിശും കൊണ്ടുപോയി കൊടുക്കണം, ലെറ്റർ ഞാൻ എഴുതി തരാം എന്നു. ഞാൻ പറഞ്ഞ ഒന്ന് മാതാപിതാക്കന്മാരാണ് കൂടെ കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ചാച്ചനതിന് സമ്മതിക്കാല, മഠത്തിൽ വിടാനേ എനിക്ക് താല്പര്യമുള്ളൂ, അല്ലാതെ തിരിച്ചിറക്കിക്കൊണ്ട് വരുന്ന കാര്യത്തിനകത്ത് ഞാൻ മുന്നിട്ട് നിൽക്കുകയാണെന്ന് ചാച്ചൻ പറഞ്ഞു. സഹോദരങ്ങൾക്ക് അന്നേരം ഇത്രയും കൂടുതൽ അടുത്ത് പറയാനായിട്ട് പുള്ളിക്കാരത്തേക്ക് എന്നോടായിരുന്നു പറയാൻ പറ്റുന്നത്. ഞാൻ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തു. ഈ വിവരം ഇതുപോലെ ഒരു കാര്യം തീരുമാനിച്ചാൽ കൃത്യമായിട്ട് പുള്ളിക്കാരത്തിൽ ചെയ്യും, ആ കാര്യത്തിൽ എനിക്ക് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നതിന്റെ പേരിൽ. അങ്ങനെ പറഞ്ഞ് ഞാൻ നേരെ പ്രൊവിൻഷ്യൽ ഹൗസിൽ ചെന്നു, അവിടെ കൊണ്ടുപോയി കൊടുത്തു. സഹോദരൻ പറഞ്ഞതിൽ നിന്നും FCC വിട്ടുപോരുമ്പോൾ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ മഠത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ഒത്തിരി പ്രതിസന്ധികളൊക്കെ സിസ്റ്റർ നേരിടേണ്ടി വന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് എന്റെ തറവാടായ FCCയിൽ നിന്നും ഇറങ്ങി വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. തന്നെയുമല്ല, അതിനൊത്തിരി പ്രോസസ് ഉണ്ട് നമുക്ക് അങ്ങനെ അവിടെ നിന്ന് പോരണമെന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് ആ രീതിയിൽ എന്റെ അധികാരികളെ സമീപിച്ച് ഞാൻ പോവുക എന്ന് പറയാനുള്ള ഒരവസ്ഥയല്ല എനിക്കുള്ളത്. കാരണം അവർക്ക് എന്നോടോ എനിക്ക് അവരോടോ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഞാൻ സഭ വിട്ട് പോവുക എന്ന് എനിക്ക് അവരോട് പറയാന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. കുടുംബത്തിലുള്ളവരോട് ചെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അത് സമ്മതിക്കില്ല, ഞാൻ വീണ്ടും ട്രാഫിക് ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു 40 ദിവസം പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിട്, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുക. അപ്പം സുപ്പീരിയേഴ്സിനും അറിയാം ഞാനിങ്ങനെ പ്രതിസന്ധി നിൽക്കും, എന്ത് ചെയ്യും എന്നവർക്കൊരു സംശയമുണ്ട്.
അപ്പോൾ ഉടനെ പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ പൊക്കോ എന്ന് പറഞ്ഞ് എന്നെ പ്രൊവിൻഷ്യൽ പ്രാർത്ഥിക്കാൻ വിട്ടു. ഞാൻ താബോറിൽ പോയി 40 ദിവസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വചനം ഫ്രാൻസിസ് അസിസി ചെയ്യുന്നത് പോലെ എന്റെ തീരുമാനത്തിന് 3 പ്രാവശ്യം ബൈബിൾ തുറന്നു നോക്കുന്ന വിശുദ്ധന്റെ ഒരു സ്വഭാവം എല്ലാവരും ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ 40 ദിവസം പ്രാർത്ഥന കഴിയാൻ ബൈബിൾ തുറന്നപ്പം യാക്കോസ്ലിയുടെ ലേഖനമാണ് കിട്ടുന്നത്. 1-ാം അധ്യായം 27-ാം വാക്യം. പിതാവായ ദൈവത്തിന് മുമ്പിൽ പരമപ്രധാനമായ ആരാധന ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും സഹായത്തിനെത്തുക, അവരുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കിട്ടുന്നത്. അപ്പൊ ഞാനടുത്ത് എപ്പോഴും തുറക്കുമ്പോൾ കിട്ടുന്നല്ലേ, അങ്ങനെ കിട്ടിയതായിരിക്കും ഓർത്തു. വീണ്ടും ഞാൻ അടച്ച് പ്രാർത്ഥിച്ച് പിന്നെയും തുറന്നു. അപ്പൊ കിട്ടുന്ന സങ്കീർത്തനമാണ്: കർത്താവാണ് എന്റെ ഇടയിൽ, എനിക്ക് മറ്റൊരു കുറവില്ല. ഈ 2 വചനം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് 3ാമത് തുറക്കണമെന്ന് തോന്നിയില്ല. അതിനുശേഷം ഞാൻ തീരുമാനമെടുത്തതിന് ശേഷം ഞാൻ അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രാൻസിസ് അച്ഛനുമായിട്ട്, എന്റെ ആത്മീയ ഗുരുവായിട്ട് ഫ്രാൻസിസ് അച്ഛനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അച്ഛനുമായിട്ട് സംസാരിച്ച അച്ഛൻ പറഞ്ഞു, ദൈവം എന്ത് പറയുന്നു അതുപോലെ പെരുമാറാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സഭയിലേക്ക് പിന്നെയും ചെന്ന് ഞാൻ മദറിനോട് ചോദിച്ചു, മദറെ, എനിക്ക് ഈ സഭ വിട്ടു പോകണമെന്നല്ല, പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ കണ്ടോ അതുപോലെ എനിക്ക് ജീവിക്കണം. എന്റെ സ്വപ്നമായിരുന്നു. ഞാൻ കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ഈ സ്നേഹാശ്രമത്തിൽ എനിക്ക് കിട്ടി. ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ എനിക്ക് ആഗ്രഹം. അല്ലാതെ നമ്മുടെ പരമ്പരാഗതമായ ശൈലിയോട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ മദർ പറഞ്ഞു, നമുക്കുണ്ടല്ലോ അനാഥാലയങ്ങൾ, ഇനി നീ വേണമെങ്കിൽ ഒരു ആകാശപ്പുറം തുടങ്ങിക്കോ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണേലും മതി, എനിക്ക് ഈ അവസ്ഥയിൽ എനിക്ക് അവിടെ തുടരണം, പക്ഷെ അതിനകത്ത് ഒത്തിരി കണ്ടീഷൻ വെക്കരുത്. നമ്മളെ സംബന്ധിച്ച് പുരുഷന്മാരെ എടുത്തു നോക്കാനുള്ള അവസരമില്ലല്ലോ. അപ്പം മദർ പറഞ്ഞു, നമുക്ക് അതിനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ, സ്ത്രീകളെ മാത്രമേ സാധാരണ ഞങ്ങളോട് എടുത്ത് നോക്കാറുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അപ്പൻ, എന്റെ ആങ്ങള പുരുഷനാ, പക്ഷെ അവര് വഴി വീണ് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ ഒരു പുരുഷനാന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും വിട്ടിട്ട് പോരാ. ചെയ്യാവുന്നതിന്റെ പരമാവധി അവർക്ക് ഞാൻ ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ വഴി കിടക്കുന്ന പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ആരുമാകട്ടെ, പക്ഷെ അത് എന്റെ അപ്പനോ എന്റെ അമ്മയോ എന്റെ ആങ്ങളെയോ എന്റെ സഹോദരിയോ ആണെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറുമോ അതുപോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. കണ്ടാൽ എനിക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റണം, കൊണ്ടുവന്നവരെ കിടത്തി നോക്കാൻ പറ്റണം, അവർക്ക് വേണ്ട കെയർ കൊടുക്കാൻ പറ്റണം. പോകുന്ന വഴിക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഗർഭിണി വഴിയിൽ നിൽക്കുന്ന കണ്ടാൽ എനിക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റണം, അവരെ താമസിപ്പിക്കാൻ പറ്റണം, മുമ്പോട്ടുള്ളവരുടെ കാര്യം ചെയ്യാൻ പറ്റണം. അത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം മദർ പറഞ്ഞു, നമുക്ക് നമ്മുടെ സഭയ്ക്ക് ലിമിറ്റേഷൻ ഇല്ലേ, അപ്പൊ അതിനുള്ള അവസ്ഥ നമുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടം, അല്ല എനിക്ക് സഭയെ വേദനിപ്പിക്കാനോ നിങ്ങൾ ഇട്ടേച്ച് പോകാനോ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അത്രയും പറഞ്ഞു നിർത്തി. പോകുന്ന പോലും പറഞ്ഞില്ല, കാരണം അവർക്കും പറ്റിയല്ല എനിക്കും പറ്റത്തില്ലത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുന്ന് ഇവിടെ കുമളിയിലൊക്കെ എനിക്ക് പരിചയമുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു, എനിക്ക് നേരെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സഭ ഉപേക്ഷിച്ചു വന്നു വേണ്ടി ഞാൻ ഫ്രാൻസിസ് അച്ഛന്റെ സ്ഥാപനത്തിൽ കൂടി പിന്നെ വേറെ പേരിൽ അത് ചിലപ്പോൾ അറിയപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ പോലും ആരും വേദനിക്കരുതെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. 3 മാസത്തേക്ക് വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് ഞാൻ അവിടുന്ന് ഇപ്പൊ കണ്ട ആങ്ങളയോട് പറഞ്ഞു, എടാ എനിക്ക് മുന്നോട്ട് എന്റെ ശുശ്രൂഷ മേഖല തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യം, എനിക്ക് വെറുതെ മടത്തിയിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ അവൻ പറഞ്ഞു, ചേച്ചി എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങിയോ അതിനു വേണ്ടിയിട്ട് പൊക്കോ, ഞങ്ങൾ കൂടെ വന്നോളാന്ന് പറഞ്ഞു. വിവാഹിതരായ എല്ലാവരും എനിക്ക് സപ്പോർട്ടീവാണ്. പക്ഷെ ചാച്ചനും അറിയാം ഞാൻ വിട്ടു പോകുമായിരിക്കും, ഈ മേഖലയിലെ പോകുള്ളൂ എന്നുള്ള അറിയാം. പക്ഷെ ചാച്ചനൊന്നും വിട്ടു പറയല. എന്റെ അനുജത്തിക്ക് അറിയാം ഞാനിപ്പോ ചിലപ്പം വിട്ടു പോകുമായിരിക്കും എന്നറിയാം. അപ്പൊ വിവാഹിതരായുള്ള എല്ലാം എനിക്ക് സൈഡ് എന്ന് വെച്ച് പറഞ്ഞു, ചേച്ചി എന്തിനു വേണ്ടി ഇറങ്ങി അതിനു വേണ്ടിയിട്ട് പൊക്കോ, ആശുപത്രി ജോലി ചെയ്യാനും ടീച്ചറാകാനല്ല, ഒരു സിസ്റ്റർ ആകേണ്ടത് പറഞ്ഞു. പക്ഷെ അവരാരും അപ്പന്റെ മുമ്പിൽ സമ്മതിച്ചു എന്ന് പറയാൻ പറ്റത്തുമില്ല. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇനി ചില പ്രോസസ് ഉണ്ട്, എനിക്ക് നേരിട്ട് എനിക്ക് അവരോട് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ മാനസികമായിട്ട് അത്രയും വിഷമമുണ്ട്. അപ്പൊ ഞാനൊരു എഴുത്തരാം, പ്രൊവിൻഷ്യലിനുള്ള ഒരു ലോങ് ലെറ്റർ, അതിനോടൊപ്പം തന്നെ എല്ലാ മഠങ്ങളിലേക്കും അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ പേപ്പർ എഴുതിയിട്ട് എന്റെ സിറോക്സ് എടുത്തു. 29 മഠം 30 മഠം മറ്റുണ്ട്. എല്ലാ മഠങ്ങളിലേക്കും എന്റെ ഓരോ കോപ്പി എടുത്ത് പ്രൊവിൻഷ്യലിന് ഈ കത്ത് കിട്ടുമ്പം അവർക്കും കൂടെ ആ കത്ത് കിട്ടത്തക്ക രീതിയിൽ നല്ലത് മാത്രം എഴുതി. എനിക്ക് നല്ലത് മാത്രമേ ഉള്ളൂ, എനിക്ക് എന്റെ തറവാടിനെ പറ്റി മോശമായിട്ടൊന്നും പറയാനില്ല. അപ്പൊ അങ്ങനെ ഒരു എഴുത്തെഴുതി ഞാൻ എല്ലായിടത്തേക്കും പോസ്റ്റ് ചെയ്തു. ഇവന്റെ പ്രൊവിൻഷ്യലിനുള്ള കത്തും എന്റെ റിങ്ങും ക്രോസും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടെ പാക്ക് ചെയ്ത് അവന്റെ ഒരു ഡ്രസ്സും കൊടുത്ത് പ്രൊവിൻഷ്യലേറ്റിലേക്ക് വിട്ടു. അപ്പൊ പ്രൊവിൻഷ്യലമ്മ ഇത് തുറന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇത് ഒരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് കയറി പോയി ഇവിടെ കുമളി വന്ന അവിടുന്ന് ഒരു വണ്ടിക്ക് ഞാൻ തമിഴ്നാട്ടിൽ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 2-3 സിസ്റ്റേഴ്സ് കരഞ്ഞുകൊണ്ട് ഓടി എന്റെ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ മുറിക്കാതിരിപ്പുണ്ടെന്നാണ് അവരുടെ പ്രതീക്ഷ. ഇതൊരു മുറിക്കാത്തവരെല്ലാം കയറി ഇറങ്ങി നോക്കി. അത്രയും ഫ്രീഡം സിസ്റ്റേഴ്സ് എന്റെ വീട്ടിലും അല്ല. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ പറ, ഞങ്ങൾ എന്ത് വേണം ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഡ്രസ്സ് കാവി സാരിയെ കൊടുത്ത് ഞാൻ അവിടെ പോയി താമസിച്ചു. പിന്നെ സാവകാശം ഡ്രസ്സെല്ലാം കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ പ്രൊവിൻഷ്യലിനെ വിളിച്ച് പറഞ്ഞു, വേറെ ഒന്നും തോന്നരുത്, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന്
ഡ്രസ്സും തന്നെ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ വന്നു. 3 മാസമായപ്പോഴത്തേക്ക് ഇവിടെയുള്ള അച്ഛനും അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സിസ്റ്റേഴ്സ് വന്നു തുടങ്ങി ശുശ്രൂഷ അന്വേഷിച്ച്. അവര് എന്റെ കൂടെ താമസിക്കാനായിട്ട് ഒരാൾ 2 പേര് വരും, തന്നെ എന്നെ ആക്കിയിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 3 മാസമായപ്പോൾ അവരെല്ലാവരും കൂട്ടിക്കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ സാരിയില്ല. ഇവിടെ ഞാൻ FCCയുടെ ഡ്രസ്സ് ഇട്ട് ഞാൻ 4 വർഷം വർക്ക് ചെയ്തു. നാട്ടുകാർക്ക് മൊത്തം എന്നെ അറിയാം. പിന്നെ ഞാൻ സാരി വേഷത്തിൽ വീണ്ടും ഇവിടെ വരിക. പക്ഷെ ഈ നാട്ടിലുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും എന്നെ മോശമായ രീതിയിൽ എന്നോട് സംസാരിക്കുവോ, എന്തുകൊണ്ട് ഇറങ്ങി പോകുന്നു എന്ന് ചോദിക്കുവോ, അല്ലെങ്കിൽ എനിക്കൊരു വിഷമം വരുന്ന രീതിയിൽ ഒരു വാക്കോ നോട്ടമോ ഈ നാട്ടിലുള്ള ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കാരണം അവർക്കറിയാമായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. പലരും പറഞ്ഞു, നന്നായിരിക്കുന്നു സിസ്റ്ററെ, ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതല്ലാതെ ആരും മോശമായിട്ട് പറഞ്ഞില്ല. കുടുംബത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് 3 പേരും എനിക്കെതിരെ. അച്ഛൻ കപ്പിച്ചൻ ഫാദർ ഒരാളുണ്ടല്ലോ, അവർ 4 പേരും എന്ത് ചെയ്താൽ സമ്മതിച്ചിരുന്നില്ല. അവർ പറയും, നിനക്ക് എന്താ സെക്യൂരിറ്റി, നിനക്കൊരു ചുവട് എന്തുണ്ട്, നീ എങ്ങനെ ജീവിക്കും, മുമ്പോട്ടുള്ള നിന്റെ ഭാവി എന്താ, ഞങ്ങൾക്ക് എന്ത് ഉത്തരം തരാൻ പറ്റും. അവരെല്ലാവരും എനിക്ക് അഗേൻസ്റ്റ്. എനിക്ക് അതൊന്നും എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. പിന്നെ ചാച്ചൻ ഇങ്ങനെ കിടക്കുന്നല്ലോ, ചാച്ചനെ ഒന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ വീട്ടിലെ ആങ്ങളെ ചാച്ചനോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ചാച്ചനൊന്നും മിണ്ടിയില്ല. ചാച്ചൻ പെട്ടെന്ന് പ്രതികരിക്കല, എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അച്ഛൻ പറഞ്ഞു, ഞാൻ പോയി ചേട്ടനോട് സംസാരിച്ചോളാം. ഫ്രാൻസിസ് അച്ഛനും അച്ഛനും കൂടെ വളരെ ക്ലോസാ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചൻ ഷെയർ ചെയ്യും, അച്ഛന്റെ ആത്മീയോപദേശം തേടുകയൊക്കെ ചെയ്യുന്നയാളാ. അപ്പൊ ഫ്രാൻസിസ് അച്ഛൻ ആശുപത്രി ചെന്നിട്ട് എന്റെ ചാച്ചനോട് പറഞ്ഞു, ചേട്ടാ വിഷമിക്കൊന്നും ചെയ്യില്ല കേട്ടോ, മോള് എന്റെ കെയർ ഓഫിലുണ്ട്, ഞാൻ ഉത്തരവാദിത്വം എടുത്തോളാം, മോളെ ഓർത്ത് വിഷമിക്കരുതെന്ന് പറഞ്ഞു. അന്നേരം ചാച്ചൻ പറഞ്ഞു, എനിക്ക് വിഷമമൊന്നും ഇല്ല ചാ, എന്റെ ബാക്കി 8 മക്കളിൽ ആരെങ്കിലും ആണ് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇവള് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവള് തീരുമാനിക്കുന്ന പോലെ പൊക്കോളും, വേറൊന്നും ഉണ്ടാകുക എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അച്ഛനോട് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു ഡിസ്പെൻസേഷൻ മേടിക്കണം, എന്റെ സഭയിൽ നിന്നും എനിക്ക് വേറെ ഒരു സഭയിലേക്ക് മാറാനോ അങ്ങനെ വല്ലതും വേണമെങ്കിൽ. ഇനി ആ ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ സാരി കൊടുത്ത് ഡിസ്പെൻസേഷൻ എഴുതി എന്റെ പ്രൊഫഷന്റെ അടുത്ത് ചെന്നു ഒരു 3 മാസത്തിന് ശേഷം. അത് കഴിഞ്ഞ അന്തരം ഒരു ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, എനിക്കും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. അത് കൊടുത്ത് തിരിച്ചു വന്നു. പിന്നെ സാവകാശം ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ തുടങ്ങി. ഒരിക്കലും പുതിയൊരു സഭ തുടങ്ങുക എന്നുള്ള സ്വപ്നം പോലും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഈ പാവപ്പെട്ടവരോട് കൂടെ ജീവിക്കുക, വയ്യെന്നായി കഴിയുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു കട്ടില്, അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ചിന്തയോ പുതിയൊരു സഭയെന്നോ അങ്ങനത്തെ ഒന്നും എന്റെ സ്വപ്നത്തില് ഒന്നുമേ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് മാക്സിമം മിനിമം എന്നുള്ള എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണേലും മാക്സിമം എന്ന് ഞാൻ പിള്ളേരോടും പറഞ്ഞു കൊടുക്കാറുള്ള. അപ്പൊ അങ്ങനെ ഇവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് ഇവരുടെ കൂട്ടത്തിൽ ഒരാളാകാം, ആ ഒരു ചിന്ത മാത്രമേ എന്റെ ഉള്ളിലുള്ളായിരുന്നു. സിസ്റ്റർ, നമുക്ക് ഇനി അച്ഛനെ ഒന്ന് ശ്രമിക്കാം. 1996 ഫെബ്രുവരി 6-ാം തീയതിയാണ് ഈ FCC സ്നേഹാശ്രമങ്ങൾ കട്ടപ്പനയിൽ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഏതാണ്ട് 1-2 മാസങ്ങൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ അനിറ്റ ഒരു അന്വേഷണം എന്ന രീതിയിൽ 2 സിസ്റ്റേഴ്സ്, അവരുടെ കൂടെ വേറൊരു പിയൂസ് എന്ന് പറയുന്ന സിസ്റ്റർ കൂടി കട്ടപ്പന സ്നേഹാശ്രമത്തിൽ വന്നു. കട്ടപ്പന സ്നേഹാശ്രമത്തിൽ ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അങ്ങേയറ്റം യാതൊരുവിധ സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലും അവര് എന്നും ഒത്തിരി പരിമിതികളും കുറവുകളും ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഇപ്പൊ ഓർക്കുന്നു, ഒരു ചെറിയ ഒരു കുടിലെ ഒരു ഗോഡൌൺ പോലെയുള്ള ഒരു മുറിയിൽ ഈ 2 സിസ്റ്റേഴ്സ് വന്ന് താമസിക്കുകയും ഓരോ ദിവസവും ഈ പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കാനും അവർക്ക് അവരുടെ കൂടെ താമസിക്കുക അങ്ങനെയൊക്കെ ചെയ്തതായ ആ ദിവസങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ശുശ്രൂഷിക്കാൻ ബന്ധപ്പെട്ട ഒത്തിരി സഹോദരികളുണ്ടായിരുന്നു, ഏകസ്ഥരെ പോലെ ജീവിച്ചിരുന്ന. അപ്പൊ അവരെയൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനൊരു ഈ പ്രസ്ഥാനത്തിനൊരു സ്ഥിരത വേണം. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ വോളണ്ടിയേഴ്സും മറ്റ് സിസ്റ്റേഴ്സൊക്കെ വന്നെങ്കിൽ തന്നെ അതിനെ വേണ്ടവണ്ണം ഈ ശുശ്രൂഷയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരതയും ഒരു വളർച്ചയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥിരമായ ഒരു സമൂഹമുള്ള നല്ലതാണല്ലോ ഒരു ചിന്ത വന്നു. അപ്പൊ അതൊക്കെ ഞാൻ സിസ്റ്ററായിട്ട് പങ്കുവെക്കുമായിരുന്നു. സിസ്റ്റർ ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇടുക്കി രൂപതയിൽ ആനിക്കുട്ടി പിതാവായിട്ട് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു വെച്ചപ്പോൾ പുള്ളി അത് ഫുൾ സപ്പോർട്ട് ചെയ്തു. അന്നത്തെ എന്റെ പ്രൊവിൻഷ്യൽ അവരുടെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അപ്പൊ ഇങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടൊരു സമൂഹം രൂപപ്പെടുത്താൻ അനുവാദം കിട്ടി. സിസ്റ്റർ, FSD സമൂഹത്തിന്റെ ആരംഭത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അച്ഛനും ഞാനും കൂടി ഇരുന്ന് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് നടത്തി, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ. കഴിഞ്ഞ അത്യാവശ്യം ഒന്ന് എഴുതി പിതാവിന് കൊണ്ടേ കൊടുത്തു. പിതാവ് അത് കാനോനിസ്റ്റിന്റെ കൊടുത്ത് അതിന്റെ പ്രൂഫ് ശരിയാക്കി
അപ്പോഴേക്കും വേറെ ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് ഒരു സിസ്റ്ററിനെ കൊണ്ടുവന്ന് ഫോർമേഷൻ കൊടുക്കാൻ പറഞ്ഞു. ഓൾറെഡി എന്റെ ഡിസ്പെൻസേഷന് ഞാൻ വാങ്ങിച്ചു. ഇപ്പൊ എനിക്ക് ഒരിടത്തും ഇല്ല. എവിടെയെങ്കിലും ഫോർമേഷൻ എടുത്ത് കാനോനിക്കൽ ഇനോഷിയേറ്റ് നടത്തിയാലേ മുമ്പോട്ട് പോകാണ്ട് പറ്റത്തുള്ളൂ. അപ്പം സിസ്റ്റർ മേർലിറ്റിയുടെ കോൺവെന്റിൽ നിന്ന് അച്ഛൻ ഒരു സിസ്റ്ററിനെ ആവശ്യപ്പെട്ടു. കാരണം അച്ഛൻ ബ്രദറായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ ആശ്രമത്തിൽ പോവുകയും ആ മദറുമായിട്ട് വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അവിടെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമായിരുന്നു അച്ഛനും. നവജീവൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ബ്രദറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ പോയിരുന്നു. അപ്പം മദറിനെ സമീപിച്ചപ്പോൾ മദർ ഒരു സിസ്റ്ററിനെ വിടാം എന്ന് പറഞ്ഞു. ഫ്രാൻസിസിനോട് പറഞ്ഞു ഒരു സിസ്റ്ററിനെ ഞങ്ങൾക്ക് ഫോർമേഷന് വേണ്ടി തന്നു, സിസ്റ്റർ ഷിജി. ഇപ്പൊ സിസ്റ്റർ വന്ന് ഫോർമേഷൻ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. അപ്പൊ ഫസ്റ്റ് ബാച്ചില് മൊത്തം ഉണ്ടായിരുന്നവരിൽ നിന്ന് ഞങ്ങളൊരു 12 പേര് ഒന്നിച്ചു ചേർന്ന് സിസ്റ്റർ ഞങ്ങൾക്ക് ഫോർമേഷൻ തന്നു. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ 2007 ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങി. പിന്നെ സെക്കൻഡ് ബാച്ചിന് സിസ്റ്റർ തന്നെ ഫോർമേഷൻ ചെയ്ത് വിട്ടു. തേർഡ് ബാച്ച് ആയപ്പോഴത്തേക്കും പിതാവ് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാരിസം, നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾ, കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അത് പുറത്തുനിന്നുള്ളവർ വന്ന് തന്നാൽ പൂർണ്ണമാകണമെന്നില്ല. അതുകൊണ്ട് ഇനി അടുത്ത ബാച്ചിന് സിസ്റ്റർ ഫോർമേഷൻ കൊടുക്കുക, പുറത്തുനിന്ന് ആരെയും എടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഫോർമേഷൻ കൊടുക്കുക, പിന്നെ ഈ രീതികളിൽ കൂടെ എന്റെ സ്വപ്നത്തിലുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അന്നേരം ഞാൻ ചോദിച്ചു, ഇതല്ലല്ലോ, ഇത് അന്വേഷിച്ചല്ലല്ലോ ഞാൻ വന്നത്, ഇതല്ല എന്റെ വിളി, പിന്നെ ഞാൻ ഇനി എങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു ശുശ്രൂഷയ്ക്കകത്ത് പല ഘടകങ്ങളുണ്ട്. ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കുറെ പേര് കാണും, ലീഡ് ചെയ്യാൻ വേണ്ടി കുറെ പേര് കാണും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദൈവം എന്ത് നിന്നോട് സംസാരിക്കുന്നതെന്ന് മാത്രം ചോദിച്ചാൽ മതി, ക്വസ്റ്റ്യൻ ആവശ്യമില്ല. വീണ്ടും ഞാൻ ഓർത്തു, ദൈവം നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ 3ാമത്തെ ബാച്ചിന് ഞാൻ നൊവീസ് മിസ്ട്രസ് ആയിട്ട് കൂടെ നിന്നു. അങ്ങനെ 3, 4, 5 ബാച്ചുകൾ ഞാൻ തന്നെ അവർക്ക് ഫോർമേഷൻ കൊടുത്തു. വീണ്ടും അങ്ങനെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ അന്വേഷിച്ചു തോന്നി. ഞങ്ങൾ ഒരിക്കലും വൊക്കേഷൻ ക്യാമ്പ് നടത്തുക, പിള്ളേരെ അന്വേഷിച്ചു പോവുക, പിടിക്കാൻ പോക്കുക അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. അച്ഛൻ പറഞ്ഞു, ഈ ശുശ്രൂഷ ഒരു സ്പെഷ്യൽ കോളാ, ഇത് നമ്മൾ ഓടിപ്പോയി കുറെ പേരെ പിടിച്ചുകൊണ്ട് വന്നാൽ ഈ ശുശ്രൂഷ നടക്കുകയില്ല. നമുക്ക് ഇരിക്കാം, പ്രാർത്ഥിക്കാം, ചോദിക്കാം, ആവശ്യമുള്ളവരെ ദൈവം കൊണ്ടുത്തരും, ദൈവം കൊണ്ടുത്തരുന്നവരെ നമുക്ക് മതി. അപ്പൊ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ഈ വൊക്കേഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, ഉപവസിച്ചു തുടങ്ങി. അപ്പൊ സാവകാശം അവിടുന്ന് ഇവിടുന്ന് എങ്ങനെയോ, ഞങ്ങൾക്ക് വരെ അറിയില്ല, അവർക്ക് ഞങ്ങളെ അറിയില്ല, എങ്ങനെയോ അന്വേഷിച്ചു വരുന്ന ഓരോ ഗ്രൂപ്പുകൾ വന്നു തുടങ്ങി. അങ്ങനെയായി ഈ എല്ലാ ബാച്ചുകാരുടെയും അവസ്ഥ എങ്ങനെയാ, ആർക്കും പരസ്പരം അറിയത്തില്ല. ദൈവം കൊണ്ടുത്തരുന്ന ഒരു ബാച്ച്, ഒരു 10 പേരെങ്കിലും ഒരു വർഷം ഞങ്ങൾക്ക് വരുമായിരുന്നു. ഈ വരുന്നവരെയാണെങ്കിൽ ഞങ്ങൾ സെന്ററുകളിൽ കൂടെ വിടും, നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് നോക്ക്, ഞങ്ങൾ നോക്കട്ടെ നിങ്ങൾക്ക് ഇതിനുള്ള വിളിയുണ്ടോ എന്ന്. ഇനി നിങ്ങൾക്ക് വിളിയില്ലേ, നിങ്ങളുടെ ജീവിതാന്തസ് നിങ്ങൾ തെരഞ്ഞെടുത്തു, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഇനി വിളിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിൽക്കാം, ഇല്ലെങ്കിൽ അപ്പം വരെ നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയാ. സാധാരണ പോലെയുള്ള അടച്ചുപൂട്ടിയ ഒരു ഫോർമേഷൻ ഞങ്ങൾക്കില്ല. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ പിള്ളേർ വന്നുകൊണ്ടിരുന്നു. അവരെ ഓരോ സെന്ററുകളിലേക്ക് വിടും, അവർക്ക് പോയി ശുശ്രൂഷകൾ കാണാം, അവർക്ക് പറ്റുന്നത് ചെയ്യാം, അവർക്ക് അവരുടെ താല്പര്യം അനുസരിച്ച് മുന്നോട്ട് മൂവ് ചെയ്യാം. പുറത്തുനിന്ന് വരുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കണം, നല്ലൊരു സോഷ്യൽ കോണ്ടാക്റ്റിലേ പോകാൻ പാടുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ മഠത്തിലോട്ട് വന്നോളൂ, മിണ്ടാൻ പാടില്ല, എടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഒരു വളരെ ഫ്രീ ആയി പിള്ളേര്. അപ്പൊ അങ്ങനെ പോയിട്ട് അവർക്ക് ഇഷ്ടമാ, എനിക്കിത് വേണം എന്നവരും കൊള്ളാം എന്ന് ഞങ്ങളും തീരുമാനിച്ചതിന് ശേഷമേ ഞങ്ങൾ പരിശീലനം തുടങ്ങാറുള്ളൂ. അപ്പൊ അങ്ങനെ ഇന്ന് വരെ ദൈവം അവിടുന്ന് ഇവിടുന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. എല്ലാം തന്നെ ഇപ്പോൾ ഒരുവിധം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാ വരുന്നത്. BSc കഴിഞ്ഞവരും MA കഴിഞ്ഞവരും ഒക്കെ ഞങ്ങളുടെ ബാച്ചിലുണ്ട്. ആരെ വിളിച്ചുകൊണ്ട് വന്നതല്ല. അപ്പൊ അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം വളരെ സന്തോഷമായിട്ട് ദൈവം തരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇനി വിവാഹം കഴിക്കാൻ സാമ്പത്തികം ഇല്ലാത്തതിനെ പ്രതി നിങ്ങൾ ഇതിനകത്ത് നിൽക്കരുത്. സാമ്പത്തികം തരാം, ജീവിത പങ്കാളിയും കണ്ടെത്തി തരാം, നിങ്ങൾ പൊക്കൂ. പിന്നെ ഒന്ന്, ഈ ഭൂമിയിൽ സമ്പത്ത് ലഭിക്കുന്ന ഒരു ജോലിയും ചെയ്യാൻ തയ്യാറാകുന്നവര് ഇവിടെ നിൽക്കരുത്. ഈ ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്ന ഒരു പണിയും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ സമ്പത്ത് ദൈവം, നമുക്ക് തരുന്ന സമ്പത്തും ദൈവം, ഒന്നിനും ദൈവം കുറവ് വരുത്തത്തില്ല. വീണ്ടും ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്, 100% ജനങ്ങൾ എങ്ങോട്ട് ഓടുന്നോ അതിന് ഓപ്പോസിറ്റ് ഓടാൻ തയ്യാറുള്ളവർ മാത്രമേ ഈ സഭയിൽ നിൽക്കാൻ പാടുള്ളൂ. ലോകം ഓടുന്നതിന് പുറകെ ഓടുന്നവർ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. ലോക സമ്പത്തിന്റെ പുറകെ പോകുമ്പം ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു നടക്കാനായിട്ട് സാധിക്കണം. ലോകം പലതും കൊള്ളാമെന്ന് പറയുന്നിടത്ത് അതെനിക്ക് വേണ്ട എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കണം. അങ്ങനെ ആ പോകുന്ന കൂട്ടത്തിൽ പോകാൻ താല്പര്യമുള്ള ആരും ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ പറയാറുള്ളൊരു കാര്യമുണ്ട്, എന്നെ ദൈവം ഏൽപ്പിക്കുന്ന ചെറിയവൾ ആരാണെങ്കിലും അതെന്റെ അപ്പനാണെന്നോ എന്റെ അമ്മയാണെന്നോ എന്റെ സഹോദരനാണെന്നോ എന്റെ സഹോദരിയാണെന്നോ കണ്ടാൽ ഒരിക്കലും എനിക്ക് അവരെ മാറ്റി നിർത്താനോ പറ്റത്തില്ല. അവരെ ഞാൻ ചേർത്ത് നിർത്തും, എന്റെ സ്വന്തമായിട്ട് ഞാൻ കാണും. എത്ര പുഴു വരിക്കുന്ന കേസാണെങ്കിലും എനിക്ക് അവിടെ കുത്തിയിരുന്ന് ആ ദുർഗന്ധം പ്രശ്നമല്ലാതിരുന്ന് എനിക്കതിനെ വെച്ച് കെട്ടാൻ പറ്റും. കാരണം അത് എന്റേതാ. അപ്പൊ ആ കാഴ്ചപ്പാടോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നവർക്ക് മാത്രം ഇവിടെ ഒരു അവസരമുള്ളൂ.
അപ്പൊ അങ്ങനെ പറഞ്ഞ് ഫോർമേഷൻ കൊടുത്ത പിള്ളേരെ പുറത്തിറക്കി വിടുന്നത്. അതുകൊണ്ട് എത്ര ചീഞ്ഞ് നാറി അളിഞ്ഞു വന്നാലും ആരും അയ്യോ എന്നാ നാറ്റമെന്ന് പറയുന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ എടുക്കുമെന്നൊരു ക്വസ്റ്റ്യൻ ആരുടെ മാനി ഇതുവരെ കേട്ടിട്ടില്ല. ഈയിടെ ഒരു കുഷ്ഠരോഗിയെ കിട്ടി, ഞങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും ഇടയ കൊച്ചിന്റെ കൊടുത്തത് സിസ്റ്ററിന്റെ. അവള് കാര്യമായിട്ട് നോക്കി ഇരുന്നു, വെച്ച് കെട്ടി. അദ്ദേഹം എഴുന്നേറ്റ് അവളുടെ മുമ്പിൽ കൈകൂപ്പി. ഞാൻ സിസ്റ്ററായിട്ട് ആദ്യമായിട്ട് മിനിസ്ട്രി കുമ്പളിയിൽ വരുന്ന സമയത്ത് എന്റെ കയ്യിൽ കിട്ടുന്നത് ഒരു കുഷ്ഠരോഗിയാണ്. ആ കുഷ്ഠരോഗി ആദ്യം കാണുന്ന സമയത്ത് മീൻസ് 4 വിരലും മുറിഞ്ഞു കിടക്കുക, കാലിലെ ചീഞ്ച അഴുകി പുഴു വരാറായിരിക്കുക. ആദ്യം കാണുന്ന സമയത്ത് ഞാൻ നെട്ടിപ്പോയി. മീൻസ് വലിയ ദുർഗന്ധം ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വലിയൊരു അവസ്ഥയായിരുന്നു. പിന്നെ തിരിച്ചു വന്നു. ബട്ട് മനസ്സിൽ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ആ സമയത്തില എന്റെ സിസ്റ്റർ അനീറ്റ പറയുന്നത് ഞാൻ ഓർത്തു. സിസ്റ്റർ പറഞ്ഞതായിരുന്നു, മീൻസ് കാലഘട്ടങ്ങളിലെ സിസ്റ്റർ കയ്യിലെ ഒരു കുഷ്ഠരോഗിയെ കിട്ടിയ സിസ്റ്റർ എങ്ങനെ മിനിസ്ട്രി ചെയ്യേണ്ടത് പറഞ്ഞത് അപ്പൊ ഞാൻ ഓർത്തായിരുന്നു. മനുഷ്യനെ മിനിസ്ട്രി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ജീവിതത്തിൽ ആ മനുഷ്യനെ വെച്ച് കിട്ടാതെ ഞാൻ വേറെ ഒരു പണിയും ചെയ്യത്തില്ലായിരുന്നു. എല്ലാ ദിവസവും ആദ്യം തന്നെ ആ മനുഷ്യന് പോയി വച്ച് കെട്ടുമായിരുന്നു. ഒരു ദിവസം പിന്നെ വച്ച് കെട്ടിയ ശേഷം ക്യൂറാ വരുന്നതായിരുന്നു. ഒരു ദിവസം രാവിലെ മെഡിസിൻ കൊടുക്കാൻ പോകുന്ന സമയത്തില് 2 കൈയില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു കാലില്ലാത്ത ഒരു മനുഷ്യൻ ഇരുന്ന ബെഡ് ഔട്ട് ഇറങ്ങി ആ മനുഷ്യൻ 2 കയ്യും കൂപ്പി എനിക്ക് ഒത്തിരി നന്ദി പറഞ്ഞത് ഓർക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതിന് ഇപ്പോഴും ആ മനുഷ്യൻ എന്റെ കയ്യിൽ തന്നെ ഉള്ളു. ആ മനുഷ്യന്റെ മുഖത്തില് ആ ചിരി കാണുന്ന സമയത്തില് എനിക്കുള്ള ഒരു ആത്മതൃപ്തി എന്നാൽ ഈ ലോകത്തിൽ വലിയൊരു സ്വത്തുക്കളെ നേടുന്നേക്കാളും ഈ മനുഷ്യന്, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്തിലെ ഒരു സന്തോഷത്തെ കാണാൻ മുടിഞ്ഞല്ലോ, ഇത് തന്നെ ഈ ലോകത്തിൽ നേടുന്ന വലിയ സ്വത്തൊക്കെയാണ്, വലിയൊരു നേട്ടമാണ്. എനിക്കൊരു ആത്മസന്തോഷമുണ്ട്. അന്ന് അത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു വന്നാലും ഇന്നും എന്റെ സിസ്റ്റർമാര്, എന്റെ തറവാട്ടിലുള്ള എന്റെ FCCക്കാര് ഇന്നും എനിക്ക് എന്റെ സ്വന്തമാണ്. എനിക്കിന്ന് കിട്ടിയേക്കുന്ന പല കാഴ്ചപ്പാടും എനിക്ക് FCC കിട്ടിയില്ല. കാരണം സെന്റ് ഫ്രാൻസിസിനെ പറ്റി പഠിച്ചത് ഞാൻ അവിടെ വെച്ച. കുടുംബത്തിൽ നിന്ന് നന്മ കിട്ടി, പരിശീലനം മുഴുവനും എനിക്ക് FCC എന്നായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടിയേക്കുന്ന ആ കാഴ്ചപ്പാട് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നും പറഞ്ഞ് ഞങ്ങൾ കുറെ പഠനം ഉണ്ടായിരുന്നു. ഉറവിടം എന്ന് പറയുന്നത് കുഷ്ഠരോഗിയെ ചുംബിക്കുന്ന ഒരു ഫ്രാൻസിസും ഒറ്റപ്പെട്ടു പോയതിന്റെ പുറകെ പോകുന്ന ഒരു ഫ്രാൻസിസും ഇങ്ങനെയുള്ളൊരു വിശുദ്ധനായിരുന്നു എന്റെ പിന്നിൽ. അതാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതുകൊണ്ട് ഇന്നും എനിക്ക് പറയാണ്ട് സാധിക്കും, ഞാൻ കടന്നു വന്ന വഴികളൊക്കെ നല്ലത്, ഞാൻ കണ്ടുമുട്ടിയവരൊക്കെ നല്ലത്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം നല്ലതെന്ന് പറയാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ പുതിയ സമൂഹം രൂപപ്പെട്ടു, ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം ആവശ്യമായവരെ, കുറവാണെന്നോ കൂടുതലാണെന്നോ ഞങ്ങൾ പറയാറില്ല, തരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അവർക്ക് അറിയാവുന്ന രീതിയിൽ എന്ത് ദൈവം തരുന്നോ അത് കൊടുത്ത് പരിശീലനം കൊടുത്ത് മുമ്പോട്ട് പോകുന്നു. വളരെ സ്വസ്ഥമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ ഞങ്ങളുടെ ഈ കൊച്ചു സമൂഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിസ്റ്ററിന്റെ ആദ്യ ബാച്ചിലുണ്ടായിരുന്ന സിസ്റ്റർ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അനിറ്റാമ്മയും അതുപോലെ സിസ്റ്ററോടൊപ്പമുള്ള സിസ്റ്റർ പിയൂസ്, പിന്നെ അല്ലാതെ ഒത്തിരി ആത്മായ സഹോദരങ്ങളെ സഹോദരിമാരൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ശുശ്രൂഷ ചെയ്യുന്നു. പ്രത്യേകിച്ചും അനിറ്റാമ്മയിൽ ഞാൻ കണ്ടത് ഒരു അമ്മയുടെ സ്നേഹം. ഈ വേർപെട്ട് കിടക്കുന്ന മക്കളാണെങ്കിൽ പോലും, മുറിവേറ്റ മക്കളാണെങ്കിൽ പോലും അവരോട് ഭയങ്കര കരുണയും സ്നേഹവും ഒക്കെ, അതൊക്കെ എന്റെ മനസ്സിന് ഒരുപാട് ഇങ്ങനെ കുളിർമ നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് വലിയ പ്രചോദനമായിരുന്നു. പിന്നെ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അടുക്കും ചിട്ടയുള്ള ജീവിതം, നല്ല പ്രാർത്ഥനാ ജീവിതം, ശുശ്രൂഷയാണെങ്കിലും വളരെ നിശബ്ദമായിട്ട് സ്നേഹത്തോടെ അവരെ പരിപാലിക്കുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിന് വീണ്ടും ഒരു തോന്നൽ തോന്നി, എന്നാൽ ഈ സിസ്റ്ററൊക്കെ ഇത്രമാത്രം നന്നായിട്ട് സ്വന്തം അപ്പനിലും അമ്മയിലൊക്കെ അമ്മ എന്നുള്ള ഒരു തോന്നലോടുകൂടി ഇവരെയൊക്കെ ശുശ്രൂഷിക്കുന്നതിൽ ഇത് എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വീണ്ടും ഒരാഴ്ച ഇവിടെ നിന്ന് ശുശ്രൂഷയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും വീട്ടിൽ ചെന്ന് എല്ലാവരോടൊക്കെ പറഞ്ഞ്, ഞാനന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സെൻഡ് ഓഫ് ഒക്കെ വാങ്ങി പിന്നെ വീണ്ടും തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പ്രാർത്ഥനാ ചൈതന്യവും പിന്നെ പാവങ്ങളോട് പ്രത്യേക കാരുണ്യ സ്നേഹവും സിസ്റ്ററിന്. അതുപോലെ തന്നെ സിസ്റ്റർ നല്ല മാതൃക. പിന്നെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു കോൺഗ്രേഷനായിട്ട് രൂപപ്പെടുത്തുവാനൊക്കെ ആയിട്ട് ഇതിന്റെ അച്ഛൻ ഫ്രാൻസിസ് അച്ഛൻ, ഡയറക്ടർ അച്ഛൻ ഒത്തിരി അതിന് മുൻകൈ എടുക്കുകയും, അപ്പം ഇങ്ങനെ ഈ സിസ്റ്ററിന്റെ വലിയ ഇടപെടലുകളും മറ്റുള്ള പാവങ്ങളോടുള്ള ഒരു കരുണയും ആ സ്നേഹവും ആ വാത്സല്യവും ഒരു അമ്മയെ പോലെ പരിഗണിക്കുന്ന ഒരവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൂടുതൽ പ്രചോദനം, ഒരു സിസ്റ്റർ ആകണമെന്നുള്ളൊരു പ്രചോദനം അങ്ങനെ കൂടുതലുണ്ടായി. വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ സിസ്റ്ററിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം പാവപ്പെട്ട മക്കളുടെ തുണി നനയ്ക്കാൻ പോകുന്നു, അവർക്ക് അതെല്ലാം നിശബ്ദമായിട്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അവര് നേരത്തെയൊക്കെ ഒത്തിരി സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മക്കൾ കഴിക്കുന്ന അതേ മേശയിൽ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അതേ പാത്രത്തിൽ തന്നെ അതൊക്കെ നന്നായിട്ട് കഴുകി മക്കൾക്ക് കൊടുത്ത് അതേ പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് താഴേക്ക് ഇറങ്ങി വന്ന ഒരവസ്ഥയിൽ അതങ്ങനെ അമ്മയിലോട്ട് കാണാനായിട്ട്
മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒത്തിരി ഒരു സിസ്റ്റർ ആയിരുന്നിട്ട് പോലും, അന്ന് ഞാൻ സിസ്റ്റർ അല്ല, പക്ഷെ സിസ്റ്റർ ആയിരുന്നിട്ട് പോലും ഇത്രയും താഴ്മയിലോട്ട് ഇറങ്ങി വന്ന് ഇവരോടൊപ്പമായിരിക്കുവാനായിട്ട് ആ സിസ്റ്ററിനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിച്ചുകൂടാ എന്നുള്ളൊരു ചിന്തയൊക്കെ എന്റെ മനസ്സിലോട്ട് കടന്നു വന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ചിലപ്പോൾ അസ്വസ്ഥപ്പെടാറുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പരാതിയൊക്കെ പറയാറുണ്ട്. ഇവർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നതൊക്കെ ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. അപ്പോഴൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ അമ്മ പറയാറുണ്ട്, നമ്മുടെ ഒരു അമ്മയാണെങ്കിൽ, നമ്മുടെ ഒരു അപ്പനാണെങ്കിൽ, നമ്മുടെ ഒരു സഹോദരനാണെങ്കിൽ, ഒരു സഹോദരിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഏതവസ്ഥയിൽ അവരെ കാണും, ആ അവസ്ഥയിൽ മാത്രം അവരെ കണ്ട് അവരെ സ്നേഹിച്ച് അവരെ ശുശ്രൂഷ ചെയ്താൽ മതി. നമ്മൾ അവരിൽ നിന്ന് ഒരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ നല്ല ചീത്ത പറയായിരിക്കും, എന്തുവാകട്ടെ, അത് നമ്മുടെ അപ്പനാണെങ്കിലും നമ്മുടെ അമ്മയാണെങ്കിലും നമ്മുടെ സഹോദരനാണെങ്കിൽ നമ്മൾ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് പോകത്തില്ലേ? അപ്പൊ ആ അവസ്ഥയിൽ അവരെ കണ്ട് അവരോട് പെരുമാറുക. ഇതൊക്കെ പറഞ്ഞു തന്നെ ഞങ്ങളെ ഒത്തിരി, അതൊക്കെ എനിക്കൊക്കെ വളരെ പ്രചോദനം, എന്റെ മനസ്സിന്റെ ജീവിതത്തിനൊക്കെ ഒരു കുളിർമ നൽകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള ആ വാത്സല്യത്തോടെയുള്ള അവരുടെ ആ പെരുമാറ്റവും സംസാരവും ഒക്കെ ശരിക്കും ഒരു അമ്മയുടേതായ ഒരവസ്ഥയാണല്ലോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാവങ്ങളോടുള്ള കരുണയുടെ ജീവിതം തുടരാൻ ഇവിടെ വരുന്നവർക്ക് പ്രചോദനം ലഭിക്കുന്നത് ഇവിടുത്തെ സഹോദരിമാരുടെ കരുണാർദ്രമായ സ്നേഹപ്രവൃത്തികൾ മൂലമാണ്. സ്വന്തം മാതാപിതാക്കളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ ഈ മക്കളെ ശുശ്രൂഷിക്കുന്നത് ഏവർക്കും ഒരു മാതൃകയാണ്. ഇതിനുള്ള ശക്തി ഇവർക്ക് ലഭിക്കുന്നത് ദൈവസന്നിധിയിലുള്ള ഇവരുടെ പ്രാർത്ഥനയിലൂടെയാണ്. യേശുവിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ രൂപപ്പെടുത്തുവാൻ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിൽ യേശുവിനെ കാണാൻ ഇവർ പ്രാപ്തരാകുന്നു. ഈശ്വരായ എന്നെ രൂപമാക്കൂ, രൂപത്തിൽ ഭാവമാക്കൂ. ഈശ്വരായ എന്നെ രൂപമാക്കൂ, രൂപത്തിൽ കാണുന്ന ഭാവമാക്കൂ. ഈശ്വരായ എന്നെ രൂപമാക്കൂ, രൂപത്തിൽ കാണുന്ന ഭാവമാക്കൂ. ഈശ്വരായ എന്നെ രൂപമാക്കൂ, രൂപത്തിൽ കാണുന്ന ഭാവമാക്കൂ. സിസ്റ്റർ അനീറ്റാമ്മയുടെ നേതൃത്വം എപ്പോഴും ഈ സഹോദരിമാർക്ക് മുന്നേറുവാൻ ശക്തിയേകുന്നു. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് ഇവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ മേഖല ഇത്. ഈ മർത്തായുടെ മറിയത്തിന്റെ റോള് നമ്മൾ സ്വീകരിക്കുക. ഒന്നിനെ മെച്ചം എന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തി സ്വീകരിച്ച് കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മുറിപ്പെട്ടവർക്ക് സൗഖ്യമായിട്ട്, സ്പർശനമായിട്ട്, വചനമായിട്ട്, ഇങ്ങനെ അവരുടെ കൂടെ നടക്കുന്ന ഈ ജീവിതശൈലി നമുക്കിത് ആവോളം ആസ്വദിക്കണമെങ്കിൽ ആദ്യം ഇവിടെ തമ്പുരാന്റെ സന്നിധിയിൽ മണിക്കൂറുകളിരുന്ന് നമ്മളെ തന്നെ ചാർജ് ചെയ്യണം. തുടർന്നുള്ള പ്രവർത്തനങ്ങളെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഈശ്വരായ എന്നെ നിൻ ശബ്ദമാക്കൂ, ശബ്ദതരംഗിത ഗീതമാക്കൂ. ഈശ്വരായ എന്നെ നിൻ വീണയാക്കൂ, വീണയിൽ മീട്ടുന്ന രാഗമാക്കൂ.